ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശം പ്രായോഗികമല്ല എന്ന ആക്ഷേപം. പൂരത്തെ തകർക്കുന്ന നടപടി എന്നാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രതികരണം. മാർഗരേഖയ്ക്കെതിരെ റിവ്യൂ ഹർജി സമർപ്പിക്കുന്നത് പരിഗണിക്കുമെന്ന് ആന ഉടമകളും അറിയിച്ചു. ഈ പൂരങ്ങളെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുകയാണ്. സാമ്പത്തികമായി മാത്രമല്ല, ഒരുപാട് പേരെ തൊഴിൽ എല്ലാത്തിനെയും ബാധിക്കുന്ന നിലയ്ക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ള നിയമങ്ങൾ. ഇതൊരു വല്ലാത്തൊരു വളരെ സങ്കടകരമായ കാഴ്ചയാണ്. ഇത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. വളരെ ഖേദകരമായൊരു വിധി തന്നെയാണ് ഇത്. ഇങ്ങനെ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആനയെഴുന്നള്ളിപ്പിൽ ദൂരപരിധി അടക്കം നിശ്ചയിച്ചുള്ള മാർഗരേഖയിലാണ് കടുത്ത പ്രതിഷേധം പൂരപ്രേമികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. ആനയും ആളുകളും തമ്മിൽ 8 മീറ്റർ ദൂരം പാലിക്കണമെന്ന നിർദ്ദേശം തെക്കോട്ടിറക്കമോ മടത്തിൽ വരവോ തുടങ്ങി പൂരം തന്നെ നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്ന് തിരുവമ്പാടി ദേവസ്വം ചൂണ്ടിക്കാട്ടുന്നു. ഓരോ ആനയിൽ നിന്ന് പൂരം കഴിഞ്ഞ് ചുറ്റും 8 മീറ്റർ മാറി നിൽക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും പാടത്തേക്ക് പൂരം മാറ്റേണ്ടി വരും. ആകെ ആ റോഡിന് വീതിയുള്ളത് 6 മീറ്ററാണ്. മടത്തിൽ വരവും തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പൂരവും നടത്താൻ പറ്റില്ല. അതൊരു ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമായി തോന്നുന്നത്. പൂരപ്രേമികൾക്കും കടുത്ത അതിർത്തിയാണ് മാർഗരേഖയിലുള്ളത്. തൃശ്ശൂർ പൂരം മാത്രമല്ല, ആറാട്ടുപുഴ ദേവസംഗമം, പിന്നെ നന്മാറവേല, ഉത്രാളിപ്പൂരം ഇതൊക്കെ നിന്നുപോകും. ഇതിൽ ലോബികൾ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അതേസമയം റിവ്യൂ ഹർജി അടക്കം നൽകുന്നത് പരിശോധിക്കാനാണ് എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷന്റെ നീക്കം. കേരളത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ, ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ഉൾപ്പെടെ നിന്നു പോകുന്നതാണ് ഇപ്പോഴത്തെ പുതിയ ഹൈക്കോടതി വിധി വന്നിട്ടുള്ളത്. ആ ഒരു വിധി പ്രകാരം നമുക്ക് ആനകളെ എഴുന്നള്ളിക്കാൻ പറ്റാത്തതാണ്. പൂരം അതിന്റെ സൗന്ദര്യത്തോടെ നടത്താനാകണമെന്ന് മന്ത്രി കെ രാജനും പ്രതികരിച്ചു. പൂരങ്ങൾ അതിൻ്റെ എല്ലാ എഴുന്നള്ളിപ്പ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളോടൊപ്പം തന്നെ എല്ലാ വിധത്തിലുള്ള സൗന്ദര്യത്തോടും കൂടി നടത്തണമെന്ന കാര്യത്തിൽ സർക്കാരിന് വേറെ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. നാട്ടാന പരിപാലനം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഈ മാസം 20-ന് സർക്കാർ വിവിധ സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. 24 തൃശൂർ.